ഹായ്, ഏവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊന്ന് രണ്ട് ഇഡിയം പരിചയപ്പെട്ടാലോ. ആദ്യത്തേത് എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്നുള്ള ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് ബാഡ് ടൈംസ് വിൽ പാസ്. ബാഡ് ടൈംസ് വിൽ പാസ്. പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ അത് മറികടക്കാനുള്ള ഒരു ശ്രമം, അല്ലെന്നുണ്ടെങ്കിൽ അത് മറികടക്കാൻ പറ്റും എന്നുള്ള തിരിച്ചറിവ്, ആ വകതിരിവ്, അതിനെയാണ് എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്നുള്ള ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു ഇഡിയം ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്നുള്ള ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് ഡു സംതിങ് എക്സാക്ട്ലി റൈറ്റ്. ഡു സംതിങ് എക്സാക്ട്ലി റൈറ്റ്. മർമ്മം അറിഞ്ഞ് പ്രവർത്തിക്കുക. മർമ്മം അറിഞ്ഞ് പ്രവർത്തിക്കുക. മറ്റൊരു ഇഡിയം പുൾ സംവൺസ് ലെഗ്. പുൾ സംവൺസ് ലെഗ് എന്നുള്ള ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് ജോയ് വിത്ത് സമ്മൺ. മറ്റുള്ളവരെ പരിഹസിക്കുക, കളിയാക്കുക എന്നുള്ളത്. അനദർ വൺ കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്നാൽ ടു ഡൈ, മരിക്കുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞത് എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. അതിൻ്റെ അർത്ഥം വരുന്നത് ബാഡ് ടൈംസ് വിൽ പാസ്. അനദർ വൺ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്നാൽ ഡു സംതിങ് എക്സാക്ട്ലി റൈറ്റ്. മറ്റൊന്ന് പുൾ സംവൺസ് ലെഗ്, മീനിങ് ജോയ് വിത്ത് സമ്മൺ. ലാസ്റ്റ് വൺ കിക്ക് ദ ബക്കറ്റ്. അർത്ഥം വരുന്നത് ടു ഡൈ. ഓർത്തിരിക്കാലോ.